തീർച്ചയായിട്ടും തെളിയിക്കപ്പെടുകയാണ്. ഈ പ്രോഗ്രാം ഈ നിമിഷ എന്ന കുട്ടി കേൾക്കുമെങ്കിൽ കേൾക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അല്ല, എന്റെ ആഗ്രഹം. അതെ, ഞാൻ പറയുന്നു, ഏത് കാരണത്താലാണ് ഈ കുട്ടി ഇപ്പൊ ഈ അമ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നതെങ്കിൽ ഇസ്ലാം ആ കുട്ടിയോട് പറയുന്നു, ഞാൻ വ്യക്തി എന്ന നിൽക്കും, മുസ്ലിം എന്ന നിൽക്കും, മനുഷ്യൻ എന്ന നിൽക്കും, ആ കുട്ടിയോട് പറഞ്ഞു, ഈ അമ്മയെ കണ്ണീര് കുടിപ്പിക്കരുത്. ആ കുട്ടി ദൈവത്തോട് സ്നേഹമുള്ളവളാണെങ്കിൽ, ഭർത്താവിനോട് സ്നേഹമുള്ളവനാണെങ്കിൽ, ഈ അമ്മയുടെ കണ്ണീരിന് മൂല്യം കൽപ്പിച്ചുകൊണ്ട് ആ കുട്ടി ഉടനെ തിരിച്ചു വന്നില്ല എങ്കിൽ അവൾ ഒരു ഇസ്ലാമിനെ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവൾ ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിന് അവൻ തടസ്സമാണെങ്കിൽ അവൻ തീവ്രവാദിയാണ്. കാരണം ഈ നിലയിലും എന്റെ മോളെ ഞാൻ സ്വീകരിക്കുമെന്ന് പറഞ്ഞ ഒരു അമ്മയെ വലാ തക്കുല്ലഹുമ ഉഫിൻ, ഖുറാനി അമ്മയെ പറ്റി പറയുന്ന ഒരു വാക്കുണ്ടല്ലോ. എവിടെയാണ് സ്വർഗം? സ്വർഗം മാതാവിന്റെ കാൽച്ചുവട്ടിലാണ്. പൂച്ചയെ, ഗർഭിണിയായ പൂച്ചയെ നബിയുടെ ചില അനുയായികള് വടിയെടുത്ത് അടിക്കാൻ പോയപ്പോ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, പൂച്ചയെ തല്ലല്ലേ എന്നല്ല, അമ്മയെ തല്ലല്ലേ. ഇവിടെ പ്രശ്നം ഇതിനെ തെറ്റായി മനസ്സിലാക്കിയ തീവ്രവാദികളാണ്. ലൈംഗിക തീവ്രവാദികളില്ലേ? ലൈംഗികതയാണോ പ്രശ്നം? അവൻ സ്വന്തം മകളെ പോലും തിരിച്ചറിയാത്ത തീവ്രവാദിയെയാണ് നമ്മൾ ആലുവയിൽ കാണുന്നത്. അതുകൊണ്ട് തീവ്രവാദിയെയും മതവിശ്വാസിയെയും നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ അതുകൊണ്ട് നിമിഷയോട് പറയുന്നു, മോളെ, ഈ അമ്മയുടെ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ട് നീ മതം മാറിയിട്ടുണ്ടെങ്കിൽ, ഇനി അതല്ല ഈ പറയുന്ന ഭീഷണിയാണെങ്കിൽ, എന്തിന് അവനെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിക്കണം. നമ്മൾ ഒന്നടങ്കം, ഞാൻ ഈ അമ്മയെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. കാരണം ഇതൊരു സാമുദായികവൽക്കരിക്കാൻ ഇവിടെ പലരും ശ്രമിക്കുമ്പോഴും കാരണം എന്താണെന്നറിയോ, ഇപ്പൊ കേരളത്തിൽ തന്നെ ഈ പ്രശ്നം, അതായത് പോലീസ് അധികാരികളും ഒക്കെ ഈ മാഡത്തിനെ ഡീൽ ചെയ്ത രീതി എനിക്ക് കേട്ടിട്ട് അത്ഭുതമുള്ളതാണ്. തീർച്ചയായിട്ടും ഈ അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോഴായിരിക്കും പല അമ്മമാരും ഇനി പെൺകുട്ടികളെ ശ്രദ്ധിക്കാൻ പോകുന്നത്. ഞാൻ പ്രവാചകനൊന്ന് ഉദ്ധരിച്ചോട്ടെ. പ്രവാചകന്റെ പത്നി ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ അനുജത്തി ഇസ്ലാമിലേക്ക് വന്നു. എന്നിട്ട് പ്രവാചകന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്റെ മാതാവ് ഇസ്ലാം ആയിട്ടില്ല, ഞാൻ എന്റെ ആ മാതാവിനെ പരിചരിച്ചോട്ടെ. നബി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? വേറെ ആരെയും നീ പരിചരിക്കുക? എന്റെ മകൾ ഇന്നും എന്നെ വെറുത്തിട്ടില്ല, അത് മനസ്സിലാക്കുക. എന്റെ മകൾക്ക് ഒരാളിന്റെ വായിൽ നിന്ന് പോലും ദോഷം ചെന്ന് ചേരരുത്. ഞാൻ ഇന്നും എന്റെ മകളെ സ്നേഹിക്കുന്നു. അവക്ക് എന്റെ അടുക്കൽ എത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അവളും അവിടെ ഇരുന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇവിടെ വന്നിരിക്കാൻ ധൈര്യം കിട്ടുന്നത്. തീർച്ചയായും ഞാൻ ഈ അമ്മയുടെ പ്രതീക്ഷയോടൊപ്പമാണ്. അത് പൂവണിയും നമ്മൾ എല്ലാവരും ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ രാമരാജ്യം എന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ ഗാന്ധിജി, ഖലീഫ ഉമർ എന്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ ഗാന്ധിജി പഠിച്ച ഖലീഫ IS-ന്റെ ഖലീഫയല്ല. ഗാന്ധിജി പഠിച്ച രാമൻ സംഘപരിവാറിന്റെ രാമനല്ല. ഹനുമാനോട് നീ വനവാസം കഴിഞ്ഞ് പോരുമ്പോ അവസാനത്തെ അടുപ്പിലെ അവസാനത്തെ തീനാളവും കിടത്തണം, ഒരു പ്രാണി പോലും ജീവൻ ചുട്ടരിക്കപ്പെടരുത് എന്നാഗ്രഹിച്ച. അല്ല, യഥാർത്ഥത്തില് പൊളിറ്റിക്സിനെ പോലും ഒരു സ്പിരിച്വലൈസ് ചെയ്യണമെന്ന് പഠിപ്പിച്ച ഗാന്ധിജിക്ക് മറ്റൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് ഒരു മതവിശ്വാസത്തിന്റെ പരിശുദ്ധി രാഷ്ട്രീയത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ രാഷ്ട്രീയത്തിന് കുറച്ച് മാറ്റം ഉണ്ടാവും. അല്ലാതെ ഒരു മതമേലധ്യക്ഷന്റെയോ മതവിശ്വാസിയുടെയോ ആളല്ല ഗാന്ധി. അല്ല, ഖിലാഫത്ത് എന്ന ഒരു പവിത്ര സ്വപ്നമുണ്ട്. ഗാന്ധിജി പറഞ്ഞല്ലോ, ഖലീഫ ഉമറിന്റെ ഭരണം മനുഷ്യനെ മുഴുവൻ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ പരിഗണിക്കുന്ന ഒരു ഭരണക്രമമാണ് ഖിലാഫത്ത്. ആ ഖിലാഫത്തിനെയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. ഗാന്ധിജിക്കും തെറ്റുപറ്റാം. ഞാൻ ഈ അമ്മയുടെ കൂടെ വീണ്ടും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രവാചകന്റെ അടുത്ത് ഒരു യുവാവ് വന്നുകൊണ്ട് എന്നെ യുദ്ധത്തിൽ ചേർക്കണം, ഒരു സൈനികനായി സേവനമനുഷ്ഠിക്കാൻ അനുവാദം തരണമെന്ന് ചോദിച്ചപ്പോൾ നബി ചോദിച്ചു, നിനക്ക് വയസ്സായ മാതാപിതാക്കളുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞപ്പോ നബി ആ അനുജനോട് പറഞ്ഞൊരു മറുപടി, ഫീഹിമ ജാഹിദ്, നീ അവർക്ക് വേണ്ടി ജിഹാദ് നടത്തൂ. വാട്ട് ഈസ് ജിഹാദ്? നീ അവർക്ക് വേണ്ടി നിന്റെ പ്രയത്നം ചെലവഴിക്കും. ജിഹാദ് എന്ന് പറഞ്ഞാൽ പ്രയത്നമാണ്. അമ്മയെ പരിചരിക്കൽ ജിഹാദാണ്. ദൈവമാർഗത്തിൽ ആയുധമെടുക്കുന്നതിനേക്കാൾ ഇപ്പൊ നീ പ്രാധാന്യം കൊടുക്കേണ്ടത് നിന്റെ മാതാവിനെ പരിചരിക്കുക എന്നതാണ് എന്ന് പഠിപ്പിച്ചൊരു ഇതാർക്ക് നിഷേധിക്കാൻ കഴിയുക? ദൈവമാർഗം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ മനസ്സറിയാൻ കഴിയുമോ ഏതെങ്കിലും മനുഷ്യർക്ക്? അപ്പൊ ദൈവമാർഗം എന്നുള്ള ആ പദപ്രയോഗം തന്നെ ആളുകളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ്. നമ്മളെല്ലാവരും കൊടുക്കേണ്ട മറുപടിയാണ്. ദൈവത്തിന്റെ മനസ്സറിയാൻ ലോകത്തുള്ള ഒരു മനുഷ്യനും സാധിക്കില്ല. അങ്ങനെ സാധിക്കാത്തിടത്തോളം കാലം എങ്ങനെയാണ് നിങ്ങൾ പറയാ നിങ്ങൾ ഒരാൾ ദൈവമാർഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്ന്? ദൈവത്തിന്റെ മനസ്സറിയാൻ നമുക്കാർക്കും കഴിയില്ല എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയാം. ദൈവത്തിന്റെ മനസ്സെന്താണെന്ന് അറിഞ്ഞൊരു ദൈവവിശ്വാസിയാണ് ഞാൻ. ദൈവം കാരുണ്യവാനാണ്. ദൈവത്തിന്റെ മനസ്സതാണ്.
ഖുർആൻ പഠിപ്പിച്ച ദൈവത്തിന്റെ 99 നാമങ്ങളിൽ ഒന്നാമത്തെ ഗുണം അർ-റഹ്മാൻ. ഒരു അവൻ പരമകാരുണ്യകനാണ്. ഒരു പ്രത്യേക വിഷയത്തിൽ ദൈവത്തിന്റെ മനസ്സ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ദൈവത്തിന്റെ മനസ്സ് ദൈവം നമ്മളോട് പറഞ്ഞു ആരാണ് എന്ന് ദൈവം മനുഷ്യനെ പഠിപ്പിച്ചു. അതായത് കേരളത്തിൽ നിന്ന് ഏതാനും യുവതികളെ ചില ആളുകൾ മതം മാറ്റി കൊണ്ടുപോകുന്നു. അങ്ങനെ കൊണ്ടുപോകേണ്ടത് ദൈവത്തിന്റെ അഭീഷ്ടമനുസരിച്ചാണ് എന്ന് നിങ്ങൾ എങ്ങനെയാ പറയുക? അങ്ങനെ ആര് പറഞ്ഞു? ഇവിടെ ദൈവത്തിന്റെ മനസ്സറിയാ എങ്ങനെയാ പറഞ്ഞു? നിങ്ങൾ ദൈവത്തിന്റെ മനസ്സാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ദൈവവിരോധവും മതവിരോധവുമാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. കാരണം അതെ, തീർച്ചയായിട്ടും അത് ഈ ഒരു ചർച്ചയിൽ അത് കൊണ്ടുവരും. ഞാൻ പറഞ്ഞത് ആ മകളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ ഇസ്ലാമിനെ തന്നെ പ്രയോഗിക്കണം എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. ആ മകൾ ആദർശ പരിവർത്തനം നടത്തിയാണ് അങ്ങോട്ട് പോയതെങ്കിൽ ആ കുട്ടി ചെയ്യേണ്ടത് എന്താ? പ്രവാചകനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ അമ്മയുടെ അടുത്ത് വരണം. അതായത് താങ്കൾ ഇങ്ങനെ സതുദ്ദേശത്തോടെ സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. അതായത് പഞ്ചാബില് കുറച്ച് തീവ്രവാദികൾ ഇങ്ങനെ ഒരു ട്രക്കിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു സ്ഥലത്ത് ഇങ്ങനെ ചായ അടിക്കാൻ ഇറങ്ങിയപ്പം അവരൊരു ഡോക്യുമെന്ററി കണ്ടു. അതായത് പോളിയോ മൈലൈറ്റീസ് പോലുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങളെയാണ് അവർ കണ്ടത്. ഈ കുഞ്ഞുങ്ങൾ അരമണിക്കൂറുള്ള ഒരു ഡോക്യുമെന്ററി കണ്ടപ്പം അവർ തോക്ക് താഴെ വെച്ചെന്നാ പറയുന്നത് പഞ്ചാബിലെ തീവ്രവാദി. അതൊരു ചരിത്ര സംഭവം. ഞാൻ വേറൊന്നിലേക്ക് പറഞ്ഞാൽ ഇപ്പൊ ഈ സിറിയയിലും മറ്റുള്ള ഇറാഖിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലെ ചില സ്ഥലങ്ങളിലും ഒക്കെ നടക്കുന്ന അതിഭീകരമായ മൃഗീയതകൾ, മനുഷ്യന്റെ കഴുത്ത് വെട്ടിക്കളയുക, ഒരേ രീതിയിൽ നിർത്തി വെടിവെച്ച് കൊല്ലുക, അല്ലെങ്കിൽ കഴുത്തറത്ത് അതിന്റെ പടമെടുത്ത് വെബ്സൈറ്റിലിടുക, ഇങ്ങനെയുള്ള മാരകമായ സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. ഇങ്ങനെയുള്ള വീഡിയോകൾ അതായത് ചാനലുകൾ സംപ്രേഷണം ചെയ്യാൻ തീരുമാനിക്കും. ഇപ്പോഴത്തെ നിയമത്തിൽ ചാനൽ അത് സംപ്രേഷണം ചെയ്യാൻ പാടില്ല. ഇത്രയും വയലൻസ് ചിത്രീകരിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഈ തീവ്രവാദികൾ ഈ ഒഴുക്കുന്ന ചോരപ്പുഴയുടെ വിശദാംശങ്ങൾ നമ്മുടെ സമൂഹത്തിലെ ആളുകളെ ചാനലുകൾ വഴിയും മറ്റുള്ള മാധ്യമങ്ങൾ വഴിയും കാണിച്ചു കൊടുക്കണം എന്ന എന്റെ അഭിപ്രായം. കാരണം ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്രയും ചോരപ്പുഴ ഒഴുക്കാനാണോ ഞാൻ സിറിയയിലേക്ക് പോകുന്നത് എന്ന് ഓരോ മലയാളിയും ചിന്തിക്കാൻ ഇങ്ങോട്ട് പോകാൻ തയ്യാറാകുന്ന, അത് ചിലപ്പോൾ നമ്മുടെ ജനസംഖ്യയുടെ ഒരു ചെറിയ പക്ഷമാണെങ്കിൽ പോലും ആ ഒരു പക്ഷം ഉയർത്തുന്ന ഒരു അപകടം ഉണ്ടല്ലോ. നിങ്ങൾ അതിനോട് യോജിക്കൂ? ഈ വീഡിയോ അവരെ പിന്തിരിപ്പിക്കാൻ ഉപകാരപ്പെടുമെങ്കിൽ അത് പ്രചരിപ്പിക്കണം. ആർക്കതിൽ തർക്കമുള്ള ആ വിഷയത്തിൽ നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ല. ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറയുമ്പോഴാണ് ഞാനടക്കമുള്ള ആളുകൾ ചിന്തിക്കുന്നത് ഇത് മുസ്ലിമിനെതിരായി കഴിഞ്ഞാൽ ഇതുപോലെ ചർച്ച പോലും നടക്കുമെന്ന് നാം സ്വപ്നം കാണേണ്ട. ഖലീഫ ഉമർ അദ്ദേഹത്തിന്റെ ഭരണം നടത്തുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഗവർണർ, ഈജിപ്തിലെ ഗവർണർ ഒരു ക്രൈസ്തവ വനിതയുടെ വീട് തകർത്ത് പള്ളി പുനരുദ്ധീകരിച്ചു മുസ്ലിം പള്ളിയുടെ വികസനത്തിന് വേണ്ടി. ഈ ക്രൈസ്തവ വനിത ഖലീഫയെ സമീപിച്ച് സങ്കടം പറഞ്ഞു. ഖലീഫ് ഉടനെ ഗവർണറെ വിളിപ്പിച്ചു. എന്താ ഇതിൽ നടപടി എന്ന് വെച്ചപ്പോ പറഞ്ഞു, മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചപ്പോ പള്ളി വികസിപ്പിക്കേണ്ടി വന്നു. ഈ സ്ത്രീയുടെ വീട് തൊട്ട് ചേർന്നായിരുന്നു. വിലക്ക് ചോദിച്ചു തന്നില്ല. ഇരട്ടി മൂല്യം തരാമെന്ന് പറഞ്ഞു, തന്നില്ല. അപ്പോൾ നമുക്ക് വികസനത്തിന് വേണ്ടി എടുക്കേണ്ടി വന്നു. ഇപ്പോഴും അവരുടെ വീടിന് ഇരട്ടി മൂല്യം കൊടുക്കാൻ പൊതു ഖജനാവിൽ പണം മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഖലീഫ ഉമർ ഗവർണറോട് പറഞ്ഞൊരു വാക്കെന്നറിയോ? അംർ ഇബ്നുൽ ആസ്, ഗവർണറുടെ പേരതാ, നീ ഈ ഉടനെ മടങ്ങുക, അവിടെ ചെന്ന് ആദ്യം ഈ സ്ത്രീയുടെ വീട് പൂർവാധികം ഭംഗിയോടെ പണിതു കൊടുക്കുക, പള്ളി പൊളിക്കുക. ഈ സഹോദരിയുടെ വീട് പൂർവാധികം ഭംഗിയോടെ പണിതു കൊടുത്തിട്ട് എന്നെ വന്ന് കാണൂ. മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യത്തെക്കാൾ ഒരു ക്രൈസ്തവ സഹോദരിയുടെ പാർപ്പിടാവകാശത്തിന് സംരക്ഷണം